ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് 79. നമ്മൾ ഉത്തരാർച്ചിതത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ ഖണ്ഡം 5 നോക്കുന്നത്. അപ്പം നമുക്ക് ഇതിലെന്താണ് പറയുന്നതെന്ന് നോക്കാം. സോമത്തോടാണ് പറയുന്നത്. ആദ്യത്തെ 165 സ്തോതാക്കൾക്ക്, സ്തോത്രം ചൊല്ലുന്നവർക്ക്, അതായത് സാമവേദം നടത്തിയാണെങ്കിൽ ഇപ്പോൾ വല്ല യാഗങ്ങൾ നടത്തുമ്പോൾ അവിടെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവർ, മഴ പെയ്യിപ്പിക്കാൻ വേണ്ടി, കൃത്രിമ മഴ പെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്നവർക്ക് അനുഗ്രഹം ചൊരിയുന്നതാണ് ഈ സോമം. ദേവന്മാരെ കൊണ്ടെത്തിക്കുന്നതുമായ അവിടുത്തെ രസം താമസിയാതെ ഈ കലശത്തിലേക്ക് വന്നു ചേരട്ടെ. അപ്പോൾ കലശത്തിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞുകൊണ്ട് ഉറ്റിക്കുമ്പോൾ ചൊല്ലുന്നതാണ് ഇത്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് അനുഗ്രഹം ചൊരിയാൻ, സ്തുതിക്കുന്നവർക്ക്. സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ സോമത്തെ സംസ്കരിച്ചെടുക്കുമ്പോൾ എന്നിട്ട് അഗ്നിയിൽ ഹോമിച്ചിട്ട് അതങ്ങ് ഇന്ദ്രന്, മുകളിലുള്ള ഇന്ദ്രന് എത്തിക്കുമ്പോഴാണ് മഴ, കൃത്രിമ മഴ പെയ്യുന്നതിന്. അങ്ങനെയാണ് അനുഗ്രഹം ലഭിക്കുന്നത്. അതിനായിക്കൊണ്ട് നീ കലശത്തിലേക്ക് വീണാലും. ഇനി 166. ഇതില് അക്രമി ശത്രുവുമായിരിക്കുന്ന പുത്രനെ നശിപ്പിക്കുന്നത് നീ തന്നെയാണ്. ആരാണ് അക്രമി? ആകാശത്തിലെ നമുക്ക് തടസ്സമായി നിൽക്കുന്നതാണ് അക്രമിയായിട്ട് ഇവിടെ ചിത്രീകരിക്കേണ്ടത്. എന്തിനാണ് സോമയാഗം നടത്തുക? അല്ലെങ്കിൽ ഈ അഗ്നിയിൽ ഹോമിച്ചിട്ട് ഈ യാഗം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? മഴ പെയ്യുന്നില്ല, മഴക്ക് കൂടി മേഘങ്ങൾ കൂടിച്ചേരുന്നതിന് തടസ്സമായി നിൽക്കുന്നു, ഇന്ദ്രന് സാധിക്കുന്നില്ല. അപ്പോൾ അവിടെ ഒരു ശത്രു തടസ്സം അവിടെയുണ്ട്. ആ തടസ്സത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ സോമം അഗ്നിയിൽ ഹോമിച്ചിട്ട് അവിടത്തേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അയനൈസ്ഡ് ആയതുകൊണ്ട് അത് മേഘങ്ങളെ കൂടിച്ചേരുവാൻ, ആ ശത്രുവിദ്യയെ തടസ്സപ്പെടുത്തിയിട്ട്, ശത്രുതയെ ഇല്ലാതാക്കിയിട്ട് മേഘങ്ങളെ കൂടിച്ചേരുവാൻ സഹായിക്കും. അത് അങ്ങേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. ആർക്ക്? ഈ സോമത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പോഴും മഴ പെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില പൊടിയെല്ലാം കൊണ്ടായിട്ട് അന്തരീക്ഷത്തിൽ ഇടുന്നില്ലേ? ഇതെന്ന് പറഞ്ഞാൽ അയനൈസ്ഡ് ഫോമിലുള്ള സോമത്തെ അയക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അയനൈസ്ഡ് ഫോം നിൽക്കുമ്പോൾ ഈ മേഘങ്ങൾ പെട്ടെന്ന് കൂടിച്ചേരും. അപ്പോൾ പോരാട്ടത്തിൽ വിജയം സമ്പാദിച്ചു തരുന്ന അങ്ങ് തന്നെയാണ് ഞങ്ങൾക്ക് ഗോക്കളെയും കുതിരകളെയും എല്ലാം തരുന്നത്. ഗോക്കളെ തരുക എന്ന് പറഞ്ഞാൽ, കുതിര എന്ന് പറഞ്ഞാൽ ശക്തി, നമുക്ക് ശക്തി തരുന്നു. എന്തിന്? ആ മേഘങ്ങളെ, അല്ലെങ്കിൽ ഇന്ദ്രന് ശക്തി കൊടുക്കുന്നു. എന്തിന്? കൂടിച്ചേരാതെ മേഘങ്ങളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി, ആ ശത്രുതയെ ഇല്ലാതാക്കിയിട്ട് നമുക്ക് ഗോക്കളെ തരും. ഗോക്കൾ എന്ന് പറയുമ്പോൾ ധനമായിട്ട് എടുക്കാം. പണ്ടത്തെ കാലത്ത് ഗോക്കളാണ് ധനം. അല്ലെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ കൃഷി ഉണ്ടാകും, അപ്പം കന്നുകാലികളെല്ലാം നല്ലോണം വളരും. അതും ഗോക്കൾ തന്നെ. ഇനി 166, 168. എല്ലാറ്റിനെയും പരിപോഷിപ്പിക്കുന്ന, സമ്പത്തിന് കാരണമായിട്ടിരിക്കുന്ന സോമത്തോട് പറയുകയാണ്. എല്ലാറ്റിനും പരിഹാരം, പരിപോഷിപ്പിക്കുന്ന, എല്ലാറ്റിനെയും പരിപോഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ സോമം എന്ത് ചെയ്യും? മഴയായിട്ട് പെയ്യിപ്പിച്ചാൽ, മേഘത്തെ മഴയായി പെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ചെടികളെല്ലാം നല്ലോണം പോഷിച്ച് വളരും. എല്ലാറ്റിനെയും പോഷിപ്പിക്കും. ചെടികൾ വളർന്നു കഴിഞ്ഞാൽ മൃഗങ്ങളും എല്ലാം അതിനുള്ള നല്ല ഭക്ഷണമെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പണം നല്ലവണ്ണം, കൃഷിയെല്ലാം നല്ലോണം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യകുലവും പുരോഗതി പ്രാപിക്കും. അപ്പോൾ എല്ലാവരും പോഷിക്കപ്പെടുകയും സമ്പത്തിന് കാരണമാകും. അപ്പോൾ നല്ല കൃഷിയെല്ലാം ഉണ്ടെങ്കിൽ നല്ല വിളവ് കിട്ടിക്കഴിഞ്ഞാൽ സമ്പത്ത് കൂടും. അതിനെല്ലാം കാരണക്കാരൻ ഈ സോമമാണ്. അങ്ങ് ഈ പവിത്രത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് കലശത്തെയാണ് പ്രാപിക്കുന്നത്. അങ്ങനെയുള്ള സോമം എന്ത് ചെയ്യാണ്? ശുദ്ധീകരിക്കപ്പെട്ട്, ഈ അരിപ്പയിലൂടെ ശുദ്ധീകരിക്കപ്പെട്ട് കലശത്തെ പ്രാപിക്കുകയാണ്. ഇതിങ്ങനെ പിഴിഞ്ഞ് എടുക്കുമ്പോൾ ചൊല്ലുന്നതാണ്. ഈ യാഗം നടത്തുമ്പോൾ, ഓരോ കർമ്മം ചെയ്യുമ്പോൾ ഇത് ചൊല്ലിക്കൊണ്ടാണ് ചെയ്യുക. അപ്പോൾ ഇപ്പം പിഴിയുന്ന ഘട്ടമായിട്ടേ ഉള്ളൂ, അങ്ങ് മുകളിലൊന്നും എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നീ കലശത്തിൽ പ്രാപിക്കുന്നത്.
എല്ലാ ജീവികളുടെയും നാഥനായ സോമൻ, എല്ലാ ജീവികളുടെയും നാഥൻ തന്നെയാണ് ഈ സോമൻ. സോമൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ചന്ദ്രനും എടുക്കാം. ആകാശത്തെയും ഭൂമിയെയും സ്വതേജസ്സാൽ ശോഭിപ്പിക്കുന്നു. അപ്പോൾ ഇത് ആകാശത്തിലേക്ക് സോമൻ ചെല്ലുമ്പോൾ എല്ലാത്തിനെയും സ്വതേജസ്സിനാൽ ശോഭിപ്പിക്കുന്നു. കാരണം മേഘങ്ങളെല്ലാം കൂടിച്ചേർന്ന് നല്ല മഴയായിട്ട് പെയ്തിട്ട് അന്തരീക്ഷമെല്ലാം ശുദ്ധമാകും, എല്ലാറ്റിനെയും ശോഭിപ്പിക്കും. ഇനി 169 ഏറ്റവും പ്രിയമായിരിക്കുന്നതും ജ്വലിച്ചു നിൽക്കുന്നതുമായ സ്തുതി ചേർന്ന വചനങ്ങൾ. അപ്പോൾ അതിന് എന്താണ് സ്തുതി ചേർന്ന വചനങ്ങൾ? സ്തുതി ചേർന്ന വചനങ്ങൾ എന്ന് പറയുമ്പോൾ വേദമന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ടാണ് ഇതെല്ലാം തന്നെയാണ് ഉച്ചരിക്കുന്നത്. ഇതിലെല്ലാം എന്താണുള്ളത്? അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്ര തത്വങ്ങളാണ് ഉള്ളത്. സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പിഴിയണമെന്ന് പറഞ്ഞുകൊണ്ട് ആ പിഴിയുന്ന സമയത്തെല്ലാം ഇതെല്ലാം തന്നെയാണ് ചൊല്ലിക്കൊണ്ടാണ് പിഴിയുക. അഗ്നിയിൽ ഹോമിക്കുമ്പോഴും ഇതെല്ലാം ചൊല്ലിക്കൊണ്ട് തന്നെയാണ് എല്ലാവരും ചെയ്യുക. ആ ചൊല്ലുന്നതിൽ അപ്പോൾ എന്താണ് ഉള്ളത്? നീ ശുദ്ധമായിട്ട് പിഴിഞ്ഞെടുക്കുന്നു, നിന്നെ പാത്രത്തിലാക്കുന്നു, ഇങ്ങനെ ശുദ്ധമായിട്ട് അരിച്ചെടുക്കുന്നു, പാല് ചേർക്കുന്നു, മറ്റേ ചേർക്കുന്നു എന്നെല്ലാം പറയുന്ന പ്രക്രിയയാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത്? സ്തുതി ചേർന്ന വചനങ്ങൾ. സോമത്തിൻ്റെ അനുഗ്രഹത്താലാണ് കുടികൊള്ളുന്നത്. സോമത്തിൻ്റെ അനുഗ്രഹം അത് ചെയ്തു കഴിഞ്ഞാൽ സോമം നമ്മളെ അനുഗ്രഹിക്കും. എന്തിന്? മഴ പെയ്പ്പിച്ചിട്ട് നല്ല അഭിവൃദ്ധി ഉണ്ടായിട്ട് നിങ്ങളുടെ വംശവും എല്ലാം അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്ന് അനുഗ്രഹിക്കും. ഇക്കാര്യം വളരെ പ്രസിദ്ധമാണ്. ഇപ്പോൾ അന്നത്തെ കാലത്തെല്ലാം ഇങ്ങനെയാണ് കൃത്രിമ മഴ. അന്നും ഇന്നും കൃഷി വളരെ പ്രധാനം തന്നെയാണ്. ഇന്ന് ആരും കൃത്രിമ മഴക്കൊന്നും ഇപ്പം കാലം മതിയാക്കി. അപ്പം ചെടിയെല്ലാം വരണ്ടു പോകും മഴ പെയ്തിട്ടില്ലെങ്കിൽ. പക്ഷെ അന്ന് അങ്ങനെയായിരുന്നില്ല. ഈ തരത്തിൽ മഴ അവർ പെയ്പ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യസമയത്ത് മഴ പെയ്തിട്ടില്ലെങ്കിൽ അവർ ഈ നിലയിൽ മഴ പെയ്പ്പിക്കും. അപ്പോൾ ഇത് അന്ന് വളരെ പ്രസിദ്ധമാണ്. ശുദ്ധീകരിക്കപ്പെട്ട ജ്വലനശേഷിയുള്ള സോമം സൽമാർഗത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. ശുദ്ധീകരിച്ച ജ്വലനശേഷിയുള്ള സോമം ശുദ്ധീകരിച്ച സോമമാണ്. അപ്പം ആ ചെടിയുടെ നീര്, പ്രത്യേക ചെടിയുടെ നീര് വളരെ ശുദ്ധീകരിച്ചിട്ടാണ് പിഴിഞ്ഞെടുക്കുന്നത്. എന്നിട്ട് ജ്വലനശേഷിയുള്ള അഗ്നിയിലേക്കാണ് അർപ്പിക്കുന്നത്. അപ്പോഴാണത് സൽമാർഗത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. നല്ല ശുദ്ധമായ മാർഗത്തിലൂടെയാണ് മുകളിലേക്ക് പോയിട്ട് മേഘങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കും. ഇനി 170 ക്ഷീരം തുടങ്ങിയവയാൽ ചേർക്കപ്പെട്ട, പിന്നെ അതിനോടൊപ്പം എന്ത് ചേർക്കുന്നുണ്ട്? ക്ഷീരം മുതലായവ. എന്തിനു വേണ്ടിയാണ്? ഇതിനെ അയനൈസ്ഡ് ഫോമിലേക്കാണ് മാറ്റുന്നത്. എന്നിട്ട് അതിനെ മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ്, കൂടിച്ചേരാതിരിക്കുവാനാണ് ഈ പാലെല്ലാം അതിൻ്റെ അകത്ത് ചേർക്കുന്നത്. ഇടിച്ചു പിഴിയുമ്പോൾ വേർതിരിക്കും. എന്നിട്ട് പ്രത്യേക തരത്തിൽ അരിക്കുമ്പോൾ ചാർജുള്ള കണങ്ങൾ വേർപെടും. എന്നാലും അത് കൂടിക്കലരാനുള്ള സാധ്യതയുണ്ട്. കൂടിക്കലരാതിരിക്കുവാൻ വേണ്ടിയാണ്, അതിനെ വേർപെടുത്തുവാനാണ് പാല് പോലെയുള്ള വസ്തുക്കൾ ചേർക്കുന്നത്. ക്ഷീരം തുടങ്ങിയവ ചേർക്കപ്പെട്ടതും ബലശക്തി നൽകുന്നതുമായ ആ രസവിശേഷത്തെ അല്ലയോ സോമ. അപ്പോൾ അതെന്താവും? നല്ല ശക്തി നേടും. എപ്പോഴും അനൈസ്റ്റ് ചെയ്ത ഇതിന് വളരെ ശക്തിയാണ്. അപ്പോൾ പെട്ടെന്ന് കൂടിച്ചേരാൻ ശ്രമിക്കും. അങ്ങനെയാണത് മേഘത്തിൻ്റെ അടുത്തെത്തുമ്പോൾ അവയെ പെട്ടെന്ന് തമ്മിൽ കൂട്ടിച്ചേർക്കുന്നത്. അപ്പം വളരെ ബലശക്തിയാൽ നിറഞ്ഞതുമായ ആ രസവിശേഷത്തെ അല്ലയോ സോമ ഞങ്ങളിലേക്ക് എത്തിച്ചാൽ. ഈ രസം 4 വർണ്ണവും ഉൾക്കൊണ്ട് നിഷാദവർണ്ണത്തിലുള്ള മനുഷ്യന് പ്രാപ്തമാകുന്നു. വർണ്ണങ്ങളെന്ന് പറയുമ്പോൾ ആ നീല, ആ പ്രത്യേക ചെടിയുടെ നീര്, പിഴിഞ്ഞെടുത്ത നീര് പച്ച നിറത്തിലായിരിക്കും. അതിനെ പാലെല്ലാം കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക വർണ്ണത്തിൽ, അതേസമയം അയനൈസ്ഡ് ഫോമിലാകുമ്പോൾ ചിലപ്പോൾ അത് കൂടിച്ചേരുകയെല്ലാം ചെയ്യും. ഇപ്പം സ്പാർക്ക് ഉണ്ടാകും, പൊട്ടുന്ന ശബ്ദം കേൾക്കും. അതാണ് ശബ്ദിക്കുന്ന സോമം എന്നെല്ലാം നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ രസത്താലാണ് ഞങ്ങൾ അങ്ങയോട് ധനം യാചിക്കുന്നത്. ആ രസത്തോടുകൂടി അയനൈസ്ഡ് ഫോമിൽ പാല് വെല്ലം ചേർത്തിട്ട് ശുദ്ധീകരിച്ച അത് സോമത്തോടാണ് നമ്മൾ ധനം യാചിക്കുന്നത്. എങ്ങനെയാണ് ധനം കിട്ടുക?
മഴ പെയ്യിപ്പിക്കണം. മഴ പെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ കൃഷിയെല്ലാം നല്ലോണം ഉണ്ടാകും, നമുക്ക് വേണ്ട ധനം കിട്ടും. ഇനി 171 അർപ്പിക്കുന്നവരുടെയും സ്തുതിക്കുന്നവരുടെയും ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്നവനാണ്. അതായത് ഈ സോമം അർപ്പിക്കുകയും സ്തുതിക്കുകയും, അതായത് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ സ്തുതിച്ചുകൊണ്ട്, സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് അർപ്പിക്കുന്നത്. പിഴിയുന്നതും അഗ്നിയിലേക്ക് അർപ്പിക്കുന്നതും മുകളിലേക്ക് പറഞ്ഞയക്കുന്നതും എല്ലാം. അങ്ങനെ സ്തുതിക്കപ്പെട്ടവരുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്ന ഏത് സോമം? ദ്വിലോകത്തിൻ്റെയും 2 ലോകത്തിൻ്റെയും നാഥനായ വചനത്താൽ സ്തുതിക്കപ്പെട്ട അല്ലയോ സോമ, ഈ ലോകത്തിലും അന്തരീക്ഷത്തിലേക്കും പോവുകയാണ്. ഇവിടെ നിന്നാണ് ഇതിനെ പിഴിഞ്ഞെടുത്തിട്ട് അഗ്നിയിൽ ഹോമിച്ചിട്ട് മറ്റേ അന്തരീക്ഷത്തിലേക്ക് പറഞ്ഞയക്കുക. അപ്പോൾ 2 ലോകത്തിലും നാഥനാണ്. ഇവിടെയും നാഥനാണ്, അവിടെയും നാഥനാണ്. അങ്ങ് ഇന്ദ്രഹൃദയത്തിൽ എത്തിച്ചേരുന്നു. അവിടെ ആരിയ്ക്കുകയാണ്? ഇന്ദ്രൻ ഇരിക്കുകയാണ്. ഇന്ദ്രനാണ് മേഘങ്ങളെ കൂട്ടിച്ചേർത്ത് മഴ പെയ്യ്ക്കുന്നതിന് പിന്നിലുള്ള ശക്തി. ഇന്ദ്രനിപ്പം മഴ പെയ്യിക്കാൻ കഴിയാതെ അങ്ങനെ തോറ്റിരിക്കുകയാണ്. കാരണം ഈ മേഘങ്ങൾ കൂടിച്ചേരുന്നില്ല. ഏതോ ഒരു ശക്തി അതിനെ കൂടിച്ചേരാൻ തടസ്സമായി നിൽക്കുന്നു. അങ്ങനെ ഇന്ദ്രൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സോമം അവിടെ എത്തിച്ചേരുന്നത്, ഇന്ദ്രനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അതിനു വേണ്ടി നീ എന്ത് ചെയ്യുക? കലശത്തിലേക്ക് ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് വീഴുക. അതിനോട് പറയുകയാണ്, ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് നീ കലശത്തിലേക്ക് വീഴുക. അപ്പോൾ ഇവിടെ ശബ്ദം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അയനൈസ്ഡ് ഫോമിലേക്കാണ് ഇതിനെ സംസ്കരിച്ച് എടുക്കുന്നത്. അയനൈസ്ഡ് ആകുമ്പോൾ കൂടിച്ചേരുമ്പോൾ ശബ്ദം ഉണ്ടാകും. 172 വളരെ പുരാതനനായി മേധാവിയായിരിക്കുന്ന അല്ലയോ സോമ, ഇത് വളരെ പുരാതനമായ ഒരു മെത്തേഡാണ്. പണ്ട് കാലത്ത് ഋഷികളെല്ലാം അക്കാലത്ത് കൃത്രിമ മഴ പെയ്യിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പുരാതനമായ സോമമാണ്. അന്ന് മുതലേ ഉള്ള സോമമാണ്. അന്ന് അവിടുന്ന് അധ്വരിക്കൾ തുടങ്ങിയവരാൽ പവിത്രീകരിക്കപ്പെട്ടിരുന്നു. അന്ന് ഈ യാഗങ്ങളെല്ലാം നടത്തുന്നവരെന്ത് ചെയ്തിട്ടുണ്ട്? നിന്നെ ഇതേ വിധം ശുദ്ധീകരിച്ചിട്ടുണ്ട്. ആ വിധത്തിലുള്ള സോമം കലശത്തിൽ വീഴുമ്പോൾ അതെന്ത് ചെയ്യുന്നു? 4 ഭാഗത്തേതോടെയും കലശത്തിലേക്ക് പ്രാപിക്കുകയാണ്. അന്ന് ഇതേപോലെ തന്നെയാണ് പിഴിഞ്ഞിരുന്നത്. സോമലതേൻ്റെ നീര് പിഴിഞ്ഞെടുത്തിട്ട് കലശത്തിൽ വീഴുന്നു. ഇന്നും അതേപോലെ നമ്മൾ പിഴിയുമ്പോൾ 4 ഭാഗത്തു കൂടിയും കലശത്തിലേക്ക് ഒഴുകുകയാണ്. പിന്നെയോ 3 ലോകത്തിലും വ്യാപൃതമായ ഇന്ദ്രജലത്തെ ജനിപ്പിച്ച്, 3 ലോകത്തിലും, അതായത് ഭൂമിക്ക് മുകളിലുള്ള അന്തരീക്ഷം, അതിൻ്റെ മുകളിലുള്ള എല്ലാ സ്ഥലത്തും കൂടിയിട്ടുള്ള മേഘങ്ങളെ, ഇന്ദ്രജലത്തെ ജനിപ്പിച്ച്. ഇന്ദ്രൻ്റെ ജലമാണ്. മേഘങ്ങൾ ആരുടെയാണ്? ഇന്ദ്രൻ്റെയാണ്. ഇന്ദ്രൻ്റെ കസ്റ്റഡിയിലാണ് ആ മേഘങ്ങളുള്ളത്. ഇന്ദ്രൻ സമയം വരുമ്പോൾ മേഘങ്ങളെ കൂട്ടിച്ചേർത്തിട്ട് മഴയായിട്ട് നമുക്ക് തരും. പക്ഷേ ഇപ്പോൾ ഇന്ദ്രനെ കൂട്ടിച്ചേർക്കാൻ പറ്റുന്നില്ല. പക്ഷേ ജലം, മേഘങ്ങളുടെ എല്ലാം അധിപൻ ആര് തന്നെയാണ്? ആ ഇന്ദ്രനാണ്. ഇന്ദ്രൻ്റെ മേഘങ്ങളിലാണ് ജലമുള്ളത്. അതിലേക്കാണ് ഇതിനെ പറഞ്ഞ് അയക്കുന്നത്. അപ്പം ഇന്ദ്രജലത്തെ ജനിപ്പിക്കും. അവിടെ പോകുമ്പോൾ ആ മേഘങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്തിട്ട് അതിനെ മേഘത്തെ നിന്ന് ജലത്തെ ജനിപ്പിക്കും. എങ്ങനെ? ആ മിത്രഭാവത്തോടെ ഇന്ദ്രനോടൊപ്പം ചേർന്നിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് അയക്കുന്ന സോമം മുകളിൽ ഇന്ദ്രനോടുകൂടി ചേർന്നിട്ട്, ഇന്ദ്രനോടുകൂടി മിത്രഭാവത്തിൽ ചേർന്നുകൊണ്ട് ഈ മേഘങ്ങളിലുള്ള ജലത്തെ യോജിപ്പിച്ച് ചേർന്ന് വായുവിനെ ഉയർത്തിക്കൊണ്ട് അവിടെ നിന്ന് പാത്രത്തിലേക്ക് ഒഴുകുന്നു. എന്നിട്ട് വായു സഹായിക്കുമ്പോഴാണ് മേഘങ്ങൾ പെട്ടെന്ന് കൂടിച്ചേരുക. ഈ അയനൈസ്ഡ് ഫോമിലുള്ള സോമം മുകളിലേക്ക് വരുമ്പോൾ അവ കൂടിച്ചേരാനുള്ള പ്രേരണയുണ്ടാകും. മേഘം നീങ്ങുമ്പോൾ കാറ്റ് അടിക്കുകയും ചെയ്യും. അങ്ങനെ എല്ലാ മേഘങ്ങളെയും കൂടി ഒന്നിച്ച് കൂട്ടിച്ചേർക്കും. അതിനു വേണ്ടി തയ്യാറാക്കുന്ന സോമമാണ്
ഇപ്പോഴെവിടത്തേക്ക് കൊടുക്കുന്നത്? പാത്രത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ പിഴിയുന്നതിൻ്റെ ഇടയ്ക്ക് പറയുകയാണ്, ഈ ചെയ്യാൻ പോകുന്ന പ്രവർത്തികൾ, നീ എന്താണ് ഇനി ഭാവിയിൽ പോയി ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് ഇവിടെ ഈ പിഴിയുന്ന സമയത്ത് പറയുന്നത്. ഇനി 173 നീ വീര്യത്തെ ഉയർത്തിക്കൊണ്ട്, നിന്റെ വീര്യം ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട്, അതായത് സോമലതനെ ഇടിച്ച് പിഴിഞ്ഞ് ശുദ്ധീകരിച്ച് പാലും ഇതെല്ലാം ചേർത്തിട്ട് നല്ല ശൗര്യമുള്ള ഫോമിലാക്കി മാറ്റുമ്പോൾ ലോകത്തിലേക്ക് ലോകത്തിൻ്റെ സംരക്ഷകനായി മാറുകയാണ് നീ. അപ്പോൾ നീയാണ് ലോകത്തിനെ സംരക്ഷിക്കുക. ഇവിടെ വരണ്ട് കിടക്കുകയാണ്. ഈ ലോകത്തിൽ കൃഷിയെല്ലാം നശിക്കാൻ പോവുകയാണ്. അതിനെ സംരക്ഷിക്കുന്ന ആരാണ്? ഈ സോമം തന്നെയാണ്. അതുകൊണ്ട് ലോകസംരക്ഷകനായ ഈ സോമം ജലത്തിൽ നിന്ന് സമൃദ്ധമാകുന്നു. ഈ ജലവും കൂടി ചേർത്തുകൊണ്ടാണ് ഇതിനെ ശുദ്ധീകരിക്കുന്നത്. ജലവും പാലും എല്ലാം ചേർത്തിട്ടാണ് ശുദ്ധീകരിക്കുന്നത്. അതായത് നേർപ്പിച്ചിട്ട് അതിനെ അയനൈസ് ചെയ്ത് വേർപെടുത്തി നിൽക്കുകയാണ്. അങ്ങനെയുള്ള സോമത്തോട് പറയുകയാണ്, അവിടത്തെ സംസ്കരിച്ചെടുക്കുന്നതിന് 21 പശുക്കളെ കറന്നുകൊണ്ട് 21 പശുക്കളുടെ പാലെടുക്കുന്നുണ്ട് എന്ന നിലയിലാണ് ഇതിനെ കാണേണ്ടത്. 21 പശുക്കളുടെ പാല് ഈ യാഗത്തിലേക്ക് ഇത്രയും പശുക്കളുടെ പാല് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര സോമലത പിഴിയണം? എന്നിട്ട് വെള്ളവുമായിട്ട് ചേർക്കുന്നു, അതിൻ്റെ കൂടെ പാലും ചേർക്കുന്നു, എന്നിട്ടാണ് അഗ്നിയിൽ അർപ്പിക്കുന്നത്. അപ്പം ഇത്രയും അവിടെ മുകളിൽ പോയാൽ മാത്രമേ, കാരണം ആകാശത്തിലെ മേഘങ്ങൾ കൂടിച്ചേർന്നിട്ട് ആ സ്ഥലം ഇടയ്ക്കുള്ള സ്ഥലമെല്ലാം ഫില്ലാണ്ട് എത്ര വേണ്ടി വരും? അപ്പം അത്രയും പാല്, 21 പശുവിൻ്റെ പാലുകൾ കറന്നുകൊണ്ട് ആനന്ദകാരിയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ 21 പശുക്കളുടെ പാലാണ് ഇതിലേക്ക് ഈ പിഴിഞ്ഞെടുത്ത സോമത്തോടുകൂടി ചേർത്തുകൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പം അത്രയും ക്വാണ്ടിറ്റിയിൽ. അപ്പോൾ ഇതെല്ലാം അന്നത്തെ കാലത്ത് ഇങ്ങനെയെല്ലാം സംസ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്. ഈ ചെടിയുടെ നീര് അയനൈസ്ഡ് ഫോമിലാക്കിയിട്ട് ഇടിച്ച് പിഴിഞ്ഞ് വേർപെടുത്തിയെടുക്കണം. എന്നിട്ട് അത് കൂടിച്ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ പാലും ചേർക്കണം, വെള്ളവും ചേർത്തിട്ടാണ് സംസ്കരിച്ചെടുക്കേണ്ടത്. ഇന്ന് നമുക്കറിയാം ആയുർവേദ മരുന്നുകളെല്ലാം മെഷീനിലാണ് ഉണ്ടാക്കുന്നത്. പണ്ടെല്ലാം ഇടിച്ച് പിഴിഞ്ഞ് കുറുക്കി എന്നെല്ലാം അതിന് മെഷീനുണ്ട്. ഇങ്ങനെ കല്ലിലിട്ട് ഇടിക്കേണ്ട പരിപാടിയൊന്നുമില്ല. അതിനെല്ലാം മെഷീന് വെച്ചിട്ട് ഇടിക്കുകയും പൊടിക്കുകയും എല്ലാം ചെയ്യും. അതേപോലെ തന്നെ ഇന്നും ഇതിൻ്റെ വള്ളിച്ചെടികൾ, അതിൻ്റെ നീരെടുക്കുന്നതിനൊന്നും ഇന്ന് നല്ല ആധുനിക മെഷീനുണ്ട്. ഏത് രൂപത്തിൽ അതിൻ്റെ നീരെടുക്കണം, എങ്ങനെ വിഘടിപ്പിച്ചെടുക്കണം, അതിനെല്ലാം സഹായകരമായ വസ്തുക്കൾ, മെഷീനുകളെല്ലാം ഇന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഈ സാധനമെല്ലാം എടുത്തിട്ട് മെഷീനിലിട്ടിട്ട് വേണ്ട തരത്തിൽ സംസ്കരിച്ചെടുത്തിട്ട് വേണ്ട സാധനങ്ങളെല്ലാം മിക്സ് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് അഗ്നി വലിയ ഫർണസിലെല്ലാം വെച്ചുകൊണ്ട് അങ്ങ് അർപ്പിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് തന്നെ ഇന്ന് ഈ മെത്തേഡ് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്രിമ മഴ പെയ്യിപ്പിക്കാം. ഇത്ര പാടുപെടേണ്ട ആവശ്യമൊന്നും ഇല്ല. അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്ര തത്വങ്ങൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ 6ാമത്തെ ഖണ്ഡത്തിലേക്കാണ് കിടക്കുന്നത്.